ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു വർഷത്തെ ആദ്യത്തെ കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ 30-ാം തീയതി മുതൽ തന്നെ ന്യൂ ഇയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 31-ാം തീയതി കൊടുക്കാനായിട്ട് ഒരു 4 ഹാഫ് kg കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ പിന്നെ ബർത്ത്ഡേ കേക്ക് കൂടി ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഒരു 5 ഹാഫ് kg കേക്കും പിന്നെ ഒരു 1.5 kg ഒരു സ്ക്വയർ കേക്കും ആയിരുന്നു 31-ാം തീയതി കൊടുക്കാനായിട്ടുണ്ടായിരുന്നത്. ആ ഒരു കേക്കൊക്കെ ഞാൻ 30-ാം തീയതി രാത്രി തന്നെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫൈനൽ കോട്ട് അപ്പോൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതപ്പോൾ കേക്ക് ഫൈനൽ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ബർത്ത്ഡേക്ക് കൊടുക്കാനുണ്ടായിരുന്ന ഒരു കേക്കായിരുന്നു. 1.5 kg ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ആൻഡ് പിങ്കിലാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു കേക്കിൻ്റെ ബോർഡർ ഡെക്കറേഷൻ കൊടുക്കുന്നത്. സ്റ്റാർ നോസിലും റോസെറ്റ നോസിൽ ഷെൽ നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കൂടെ ഒരു ഹാഫ് kg കേക്ക് കൂടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു കേക്കിനും ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുള്ളത്. ന്യൂ ഇയർ കേക്കൊക്കെ പിന്നെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വൈറ്റ് ക്രീമിൽ ഫിനിഷ് ചെയ്തെടുത്തു. അതിന് ശേഷം പിന്നെ സിമ്പിളായിട്ടുള്ള ബോർഡറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ എല്ലാ കേക്കും കൂടെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ കേക്ക് സെറ്റാക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 കേക്ക് ബർത്ത്ഡേ കേക്ക് ഉണ്ടല്ലോ, ഈ ഒരു സ്ക്വയർ കേക്കും അതിൻ്റെ കൂടെയുള്ള ഒരു ഹാഫ് kg കേക്ക് അത് രാവിലെ ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു കേട്ടോ. ബാക്കിയുള്ള കേക്കൊക്കെ വൈകുന്നേരം കൊടുത്താൽ മതി. പക്ഷേ എല്ലാ കേക്കും കൂടി ഒരുമിച്ചിട്ടായിരുന്നു ഞാൻ പുറത്ത് വെച്ച് ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാതും കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാത്തിനും പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പേരൊന്നും ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചോക്ലേറ്റ് കേക്ക് വീട്ടിലേക്ക് തന്നെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. കാരണം എൻ്റെ സിസ്റ്ററിൻ്റെ മക്കൾ നാട്ടിലുണ്ടായിരുന്നു. അവരൊന്ന് പോവുകയാണ് കേട്ടോ, ചെന്നൈയിലേക്ക് തിരിച്ച് പോവുകയാണ്. അപ്പോൾ അവർക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാ കേക്കും ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പാക്കിങ് ചെയ്ത് വെച്ചിട്ടോ. ആദ്യത്തെ കേക്ക് 2 അപ്പോഴന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നെ വൈകുന്നേരമായിരുന്നു ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു കേക്കിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉച്ചക്ക് ന്യൂ ഇയർ കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 ഹാഫ് kg കേക്കും പിന്നെ ഒരു 1.5 kg വന്നിട്ടുള്ള ഒരു സ്ക്വയർ കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ബേക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇതാ ഐസിങ്ങും ഇവിടെ ചെയ്ത് ഫൈനൽ ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ കേക്കൊക്കെ കുറേ കേക്കുള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഡിസൈനും ഒന്നും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് എല്ലാത്തിലും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്വയർ കേക്കിൽ ഇപ്പോൾ ഒരു ബോർഡറായിട്ട് വരയ്ക്കാനായിട്ട് ഷെൽ നോസിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഹാഫ് kg ഞാൻ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ബോർഡർ വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അങ്ങനെ ഈ ഒരു കേക്കിൻ്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അത് പിന്നെ അപ്പോഴേ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ദിവസം അതായത് 1-ാം തീയതിക്ക് കൊടുക്കാനുള്ള വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ബേക്കിംഗ് അപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് തുടങ്ങിയ ആ ഒരു ടൈമിൽ തന്നെ വേറൊരു 3 കേക്കിൻ്റെ പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി, അതായത് ഒരു 1 ഹവറിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് കേക്ക് കിട്ടണം. രാത്രി കട്ട് ചെയ്യാനുള്ളതാണ്, പക്ഷേ നേരത്തെ അവർക്ക് കേക്ക് കിട്ടണം. അങ്ങനെ വന്നൊരു ഓർഡറായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബേക്ക് ചെയ്തതിൽ നിന്ന് തന്നെ ഒരു 3 കേക്ക് എടുത്തിട്ട് അത് വേഗം ഒരു 1 ഹവറിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കേക്കാണ് കേട്ടത്.
സത്യം പറഞ്ഞാൽ 31-ാം തീയതി ഫുള്ള് തിരക്കായി പോയിട്ട്, കാരണം 31-ാം തീയതി ഒരു രാവിലെ മുതൽ കേക്ക് ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ കുറച്ച് നേരം എന്തോ റെസ്റ്റ് ഇട്ടിട്ടുള്ളൂ. പിന്നെ ബാക്കി ഫുള്ളും 31-ാം തീയതി നേരം വെളുക്കോളും കേക്ക് ചെയ്യുന്നതായിരുന്നു കേട്ടോ. ഇങ്ങനെ പെട്ടെന്നൊക്കെയുള്ള കേൾക്കാകുമ്പോൾ നമുക്കും ഭയങ്കര ഒരു ഹരിബറി ആയിട്ട് ടെൻഷനുണ്ട് ചെയ്യാനായിട്ട്. അങ്ങനെ അതാ 3-ാമത്തെ കേക്ക് കൂടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. പിന്നെ അത് അപ്പോഴന്നെ 3 കേക്കും ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഒരു 3 കേക്കിൻ്റെ ഓർഡർ കൂടി അപ്പോഴന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വീണ്ടും ആ ഒരു 3 കേക്കും അപ്പോഴന്നെ റെഡിയാക്കി. പക്ഷേ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഏതായാലും ഇനിയിപ്പോൾ അടുത്ത ദിവസം രാവിലെ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ആ ഒരു കേക്ക് ഞാൻ ഫിനിഷ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ സെറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കേക്കാണ് ഇട്ടത്. അതും ഹാഫ് kg വന്നിട്ടുള്ള കേക്ക് തന്നെ ആയിരുന്നു. പിന്നെ 1-ാം തീയതിക്കുള്ള വർക്ക് ഉണ്ടല്ലോ, അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു 1-ാം തീയതിക്ക് ഒരു 4 കേക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു 4 കേക്കിൻ്റെ വർക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു കേക്ക് 1 kg വന്നിട്ടുള്ള ഒരു ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു കേക്ക് കൂടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ടോപ്പിൽ ഞാൻ റോസറ്റ നോസിൽ വെച്ചിട്ടുള്ള ഈ ഒരു ബോർഡറാണ് കൊടുക്കുന്നത്. അപ്പോൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പിക്ക് തന്നെ സെയിം ഡെക്കറേഷൻ മതി എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ സെലക്ട് ചെയ്തതായിരുന്നു കേട്ടോ. അങ്ങനെ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് പിന്നെ ഒരു 2 വാഞ്ചോ കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇവിടെ ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ടൈമിൽ വെറുതെ ഫോണിലേക്ക് നോക്കിയപ്പോഴേക്കും ന്യൂ ഇയർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 2 വാഞ്ചോ കേക്കിലും സാധാരണ നമ്മൾ വാഞ്ചോയിൽ ചെയ്യുന്ന ഒരു സെയിം ഡെക്കറേഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ കേട്ടോ. അടുത്തത് 1 kg വന്നിട്ടുള്ളൊരു സ്ക്വയർ കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെ ഫൈനൽ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള ബോർഡറാണ് കേട്ടോ വരച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഫൈനലി എല്ലാ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്കൊക്കെ സെറ്റ് ആകാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രാത്രി ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ മക്കൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അവർ രണ്ടാളും അന്ന് രാത്രി 9 മണിക്കുള്ള ട്രെയിനിന് ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ടാക്കാനായിട്ട് മമ്മി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അവിൽ മിൽക്കായിരുന്നു. എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനെൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിരുന്നു അത് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് വേഗം തന്നെ ഉറങ്ങി. പിന്നെ അടുത്ത ദിവസം രാവിലെ കേട്ടോ അങ്ങനെ കേക്കൊക്കെ എല്ലാതും പുറത്ത് വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ പാക്ക് ചെയ്തപ്പോഴേ കേക്കൊക്കെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് 1-ാം തീയതി ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ. 1 kg വന്നിട്ടുള്ളൊരു കേക്കാണ്. ഇതും പെട്ടെന്ന് വന്നിട്ടുള്ളൊരു വർക്കായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് ഇവിടെ ഇപ്പോൾ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം പിന്നെ ഒരു ബോർഡർ കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അടുത്തത് പിന്നെ 2-ാം തീയതിക്കുള്ളൊരു വർക്കായിരുന്നു കേട്ടോ. അത് 1-ാം തീയതി തന്നെ രാത്രി ഞാൻ ഫൈനൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ഫോണ്ടൻ്റ് ഡെക്കറേഷൻസാണ് കേക്കിൽ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. വൺ ആൻഡ് ഹാഫ് kg വന്നിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ചൊരു ചെറിയ രീതിയിലൊരു ടോളായിട്ട് ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വിൻഡോ ബോക്സിലാണ് ഇപ്പോൾ ഈ ഒരു കേക്ക് പാക്ക് ചെയ്തിട്ടുള്ളത്.
അങ്ങനെ ആ ഒരു കേക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം അടുത്ത ദിവസത്തെ കേക്കിനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3 kg കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു 3 kg കേക്ക് കുറച്ച് വലിയ സൈസിൽ 4 kg വേണ്ട, ഒരു 3.5 kg എന്നുള്ള ഒരു 3.5 kg ആ ഒരു സൈസിൽ ചെയ്താൽ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു. അങ്ങനെ ഒരു കേക്കിനിപ്പോൾ ഞാൻ 4 kg ബേസിലാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കേക്ക് പരത്തി ചെയ്യുമ്പോൾ എപ്പോഴും 2 ലെയർ മാത്രം കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇപ്പോൾ കേക്കോട്ട് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ടോപ്പിൽ ബട്ടർ സ്കോച്ച് സോസൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ബോർഡർ കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർമ്മയില്ലാതെ ഞാൻ ഷെൽ നോസിലാന്ന് വെച്ചിട്ട് ക്രീം നിറച്ചിട്ടുണ്ടായിരുന്നത് ഗ്രാസ് നോസിലായിരുന്നു കേട്ടോ. അങ്ങനെ അത് മാറ്റിയിട്ട് പിന്നെ വേഗം തന്നെ ഷെൽ നോസിൽ വെച്ച് ക്രീം പൈപ്പിംഗ് ബാഗിൽ നിറച്ചതിന് ശേഷം ഇതുപോലെ ബോർഡർ വേഗം തന്നെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രാവിലെ കൊടുക്കാനുള്ള കേക്കായിരുന്നു കേട്ടോ. 3-ാം തീയതി രാവിലെ സ്കൂളിലേക്കുള്ള കേക്കാണ്. അപ്പോൾ അതാണ്ട് അത്ര തിരക്കിൽ വേഗം തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ടോപ്പിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് നെയിം എഴുതിയിട്ടുള്ളത്. പിന്നെ കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം ഒരു 1 kg വന്നിട്ടുള്ളൊരു കേക്ക് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ്. വൈറ്റ് ആൻഡ് പർപ്പിളാണ് ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.